ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിസ്ക്രൈബ് വാരിയസ് സ്പീച്ച് ഡിസോർഡേഴ്സ്. സ്പീച്ച് ഡിസോർഡേഴ്സ് നമ്മൾ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് കുറേ സ്പീച്ച് ഡിസോർഡേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സ്പീച്ച് ഡിസോർഡേഴ്സിൽ കുറച്ച് എന്തുണ്ട്, കുറച്ച് കൂടുതൽ സാധ്യത ഉണ്ട്, എക്സാമിന് വരാൻ സാധ്യത കൂടുതലാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്പീച്ച് ഡിസോർഡേഴ്സ്. സ്പീച്ച് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീച്ച് ഈസ് നമ്മൾ എന്താണ്, നമ്മൾ വോക്കൽ അട്ടറൻസിലൂടെ നമ്മളൊരു ഭാഷ, നമ്മൾ നമ്മളെ ശബ്ദം പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിലൂടെ പുറത്തു വരുമ്പോൾ അതിലൂടെ ഒരു ഭാഷ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ സ്പീച്ച് എന്ന് പറയും. ഇത് പ്രോപ്പറായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആശയത്തെ പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാതിരുന്നാൽ അതിനെന്ത് പറയും? സ്പീച്ച് ഡിസോർഡർ എന്ന് പറയും. പലതരത്തിലുള്ള സ്പീച്ച് ഡിസോർഡേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് സ്പീച്ച് ഡിസോർഡേഴ്സ്. ഒന്ന് വോയിസ് ഡിസോർഡേഴ്സ്. വോയിസ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ പലതരത്തിലുള്ള വോയിസ് ഡിസോർഡർ ഉണ്ടാവും. നമ്മളെ എന്താണ്, ലങ്സ്, നമ്മളെ കഴുത്ത്, നമ്മൾ ഈ ഭാഗത്തുള്ള പല പാർട്സിനുണ്ടാവുന്ന പ്രോബ്ലം കാരണം, ഡിസോർഡർ കാരണം ഉണ്ടാവുന്ന ഡിസോർഡർ. നമ്മളെ ശബ്ദം, പിച്ച്, അതുപോലെ വോക്കൽ ക്വാളിറ്റി, ശബ്ദത്തിൻ്റെ ഡ്യൂറേഷന്, ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ് അബ്നോർമാലിറ്റീസ് എന്ന് പറയാം. ഇൻകറക്റ്റ് ഫോണേഷൻസ്, നമ്മളെ നമ്മളെ വോയിസ്, നമ്മളെ നമ്മളെ ഇങ്ങനെ ശ്വാസത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഇത് കാരണം പ്രൊണൗൺസ് ചെയ്യാൻ കഴിയാത്തത്. ഇൻകറക്റ്റ് റെസൊണേഷൻ, ഹൈപ്പർ ഹൈപ്പർനാസനാലിറ്റി ആൻഡ് ഹൈപ്പോനാസലാലിറ്റി. ഇത് നമ്മൾ എന്താണ്, ഇതൊക്കെ ടെക്നിക്കൽ ടേമുകളാണ്. നമ്മൾ എന്ത് ചെയ്യാം നോക്കാം. പാരാലാംഗ്വേജ് ഇഷ്യൂസ്, നമ്മളെ വോളിയവുമായി ബന്ധപ്പെട്ട ഹൈ ലോ സൗണ്ടിൻ്റെ റേറ്റ്, ക്വാളിറ്റി, ഇതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്. പിന്നെ സ്പീച്ച് സൗണ്ട് ഡിസോർഡർ. ഇതിൽ വരുന്നതാണ് മെയിനായിട്ട് ഫോണറ്റിക് ഡിസോർഡേഴ്സ്. നമ്മൾ ഭാഷ സംസാരിക്കുന്ന നമ്മളെ ചുണ്ട്, ടീത്ത്, ഇത് പ്രോപ്പറായിട്ട് നമ്മൾ കണക്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിസോർഡറുകൾ. ചില വാക്കുകൾ ആഡ് ചെയ്യുന്ന, ചില ശബ്ദങ്ങൾ ഇല്ലാതായി പോകുന്നതൊക്കെ ഇതിൽ വരുന്നതാണ്. പിന്നെ അതിൽ വരുന്ന ഫോണമിക് ഡിസോർഡേഴ്സ്, ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന സമയത്ത് ചില ലെറ്റേഴ്സ് പ്രൊണൗൺസ് ചെയ്യുന്ന സമയത്ത് ഒക്കെ ഉണ്ടാകുന്ന ഡിസോർഡർ. പിന്നെ ഫ്ലുവൻസി ഡിസോർഡർ, ഫ്ലുവൻ്റായിട്ട് അതിൻ്റെ റിതം, പ്രോപ്പറായിട്ട് നമ്മളൊരു ഭാഷ അതിൻ്റെ റിതം അനുസരിച്ച് യൂസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ഇതൊക്കെ എന്ത് ചെയ്യണം? സ്പീച്ച് ഡിസോർഡറാണ്. പിന്നെ സ്പെസിഫിക് മോട്ടർ ആൻഡ് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്. പലതരത്തിലുള്ള ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സും സ്പീച്ച് ഡിസോർഡേഴ്സിന് കാരണമാവുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അപാക്സിയ. അപാക്സിയ എന്ന് പറഞ്ഞാൽ ഒരു ഡിസോർഡറാണ്. എന്താ നമുക്ക് നോക്കാം. അപാക്സിയ ഡിസോർഡർ ഇൻവോൾവ് ട്രബിൾ ഇൻ സേയിങ് വാട്ട് എ പേഴ്സൺ വാണ്ട് ടു സേ. ഒരാൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് എന്ത് പറയാം? അപാക്സിയ എന്ന് പറയാം. വെർബൽ അപാക്സിയ ഉണ്ട്, ഡിസപ്പാസിയ ഉണ്ട്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള അപ്പാസിയ ഉണ്ട്. അക്വേർഡ് അപ്പാസിയ. അക്വേർഡ് അപ്പാസിയ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മളെ ബ്രെയിനിൻ്റെ വ്യത്യസ്ത അവയവങ്ങളിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അപ്പാസിക്കാണെന്ന് പറയാം. അക്വേർഡ് അപ്പാസിയ എന്ന് പറയാം. അടുത്തതാണെന്ത്? ഡെവലപ്മെൻ്റൽ അപ്പാസിയ. അത് ജനന സമയത്ത് തന്നെ ഉണ്ടാവുന്ന നമുക്ക് ഉണ്ടാവുന്ന ഇഷ്യൂ, രോഗം, ന്യൂറോളജിക്കൽ ഡിസോർഡർ കാരണം ഉണ്ടാവുന്ന പ്രോബ്ലത്തിനാണെന്ന് പറയാം ഡെവലപ്മെൻ്റൽ അപ്പാസിയ എന്ന് പറയാം. ഡിസ്പ്രോസഡി. ഡിസ്പ്രോസഡി എന്ന് പറഞ്ഞാൽ ഇത് ഒരു ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. ഇത് നമ്മളെ സംസാരിക്കുന്ന ഇൻറ്റൻസിറ്റി, ടൈമിങ്, റിതം, ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോബ്ലംസൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ട്. സ്ട്രോക്ക്, ബ്രെയിൻ ട്യൂമർ, ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ ഇങ്ങനെ സംഭവിച്ചേക്കാം. അടുത്താണ് ഡിസാർത്തറിയ. ഇത് മോട്ടോർ സ്പീച്ച് സ്കില്ലുകളാണ്. ഡിസാർട്ടറിയ ക്ലാസിഫൈഡ് ആസ് മോട്ടോർ സ്പീച്ച് ഡിസോർഡേഴ്സ്. ഇത് നമ്മൾ ഭാഷ സംസാരിക്കുന്ന അവയവങ്ങളുമായി ബന്ധപ്പെട്ട മസിൽസിലുണ്ടാവുന്ന പ്രോബ്ലം കാരണം ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ് ഡിസാർത്തറിയ എന്ന് പറഞ്ഞ ഇഷ്യൂ. ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ
അഫാസിയ ആൻഡ് ഹിസ് ടൈപ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അഫാസിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ടൈപ്പ്. ലാംഗ്വേജ് ഡിസോർഡർ ആണ്. എന്താണ്, നമ്മുടെ ബ്രെയിനിൽ എന്തെങ്കിലും ഇഷ്യൂ കാരണമോ അല്ലാതെയോ പ്രോപ്പറായിട്ട് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണെന്ന് പറയാം, അപ്പാസിയ എന്ന് പറയാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ 2 തരത്തിലുള്ള അപ്പാസിയാസ് ഉണ്ട്. ഒന്നാണ് പലതരത്തിലുള്ള അപ്പാസിയ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണിത് വെർണിക്കേസ് അപ്പാസിയ. വെർണിക്ക അപ്പാസിയ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടെമ്പറൽ ലോബിനുണ്ടാവുന്ന ഡാമേജ് കാരണം ഉണ്ടാവുന്ന അപ്പാസിക്കാണെന്ന് പറയാം, വെർണിക്കേസ് അപ്പാസിയ എന്ന് പറയാം. പിന്നെ അതുപോലെ അടുത്ത അപ്പാസിയാണെന്ത്, ബ്രോക്കാസ് അപ്പാസിയ, നോൺ ഫ്ലുവൻറ്റ് എക്സ്പ്രസീവ് അപ്പാസിയ. ഇത് പ്രീമോട്ടർ ഏരിയ, ബ്രോക്കാസ് ഏരിയയിൽ ഉണ്ടാവുന്ന, ബ്രെയിനിലുള്ള ബ്രോക്കാസ് ഏരിയയിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രോബ്ലം കാരണം ഉണ്ടാവുന്ന അപ്പാസിയാണ്, ലാംഗ്വേജ് ഡിസോർഡർ ആണെന്ത്, ഈ ബ്രോക്കാസ് അപ്പാസിയ എന്ന് പറഞ്ഞത്. പിന്നെ അടുത്തതാണെന്ത്, ഗ്ലോബൽ അപ്പാസിയ. ഗ്ലോബൽ അപ്പാസിയ എന്ന് പറഞ്ഞാൽ ബ്രോക്കാസ് അപ്പാസിയും വെർണിക്കേസ് അപ്പാസിയും ഒരുമിച്ചുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന രോഗമാണ്. ഇത് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ഒന്നും ചിലപ്പോൾ നമുക്ക് എഴുതാൻ കഴിയണമെന്നില്ല. എങ്കിലും നമ്മൾ ആ വാക്കുകളൊക്കെ എന്ത് ചെയ്യാം, നോക്കി വെക്കുക. അത് കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യാം, എഴുതി വെക്കുക. പിന്നെ ഇതിൻ്റെ സവിശേഷതകൾ, പിന്നെ അടുത്താണ് അനോമിക് അപ്പാസിയ. അതായത് ചില വാക്കുകളുടെ പേര് പറയാൻ കഴിയാത്തതും അതുപോലെ തന്നെ എന്താണ്, ചില വാക്കുകൾ ഓർത്തെടുക്കാൻ കഴിയാത്തതൊക്കെ ഈ അനോമിക് അപ്പാസിയൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ദ സ്റ്റഡി ഓഫ് അപ്പാസിയ ഇത് കോഗ്നിറ്റീവ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് കുറേ പഠനങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. ഇനി അടുത്ത 58ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൾട്ടിലിംഗ്വലിസം ആൻഡ് തിങ്കിങ്. എന്താണ് മൾട്ടിലിംഗ്വലിസം ആൻഡ് തിങ്കിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. മൾട്ടിലിംഗ്വലിസം എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേമുകൾ ധാരാളമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. നമ്മൾ അതിൻ്റെ പൂർണ്ണമായ വിശദീകരണം പറയാൻ കഴിഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും അത് മനസ്സിലാവുള്ളൂ. പക്ഷെ അത് പറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. നമ്മൾ ഒരു 6-7 ദിവസമൊക്കെ വെച്ചിട്ട് ക്ലാസ് എടുത്ത പോയിന്റുകളാണ് ഇതൊക്കെ. ഇത് ശരിക്കും 2 ബ്ലോക്കുകൾ ഒന്നിച്ചിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടതും ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട 2 വ്യത്യസ്ത ബ്ലോക്കുകൾ, അതായത് 8 യൂണിറ്റിൻ്റെ പോയിന്റ്സ് ആണെന്ന് ഷോർട്ടാക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടുതലായിട്ട് തരാൻ കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങൾ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. മൾട്ടിലിംഗ്വലിസം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൾട്ടിലിംഗ്വലിസം ആൻഡ് തിങ്കിങ്. മൾട്ടിലിംഗ്വലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിലിംഗ്വലിസം ഡിഫൈൻ ആസ് എ നോളജ് ആൻഡ് യൂസ് ഓഫ് മോർ ദാൻ വൺ ലാംഗ്വേജ്. ഒരാൾക്ക് ഒന്നിലധികം ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് പറയുക, മൾട്ടിലിംഗ്വലിസം എന്ന് പറയാം. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇത് നമ്മൾ പലതരത്തിലുള്ള മൾട്ടിലിംഗ്വലിസം ഉണ്ട്. അഡിക്റ്റീവ് മൾട്ടിലിംഗ്വലിസം. ഒരാളൊരു ഭാഷ പഠിക്കുകയും സെക്കൻഡ് ലാംഗ്വേജ് അതോടൊപ്പം അഡീഷണൽ ലാംഗ്വേജ് പഠിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആളെ തിങ്കിങ് കപ്പാസിറ്റി വർദ്ധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഞാൻ മലയാളിയാണ്, അതിൻ്റെ കൂടെ ഇംഗ്ലീഷും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ തിങ്കിങ് കപ്പാസിറ്റി വർദ്ധിക്കുമെന്ന് പറയുന്നു. സബ്സ്ട്രാക്റ്റീവ് ബൈലിംഗ്വലിസം ഡിക്രീസ് തിങ്കിങ്. അതായത് നമ്മൾ പുതിയൊരു ഭാഷ പഠിക്കുകയും പഴയ ഭാഷ മറന്നുപോവുകയും ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യും, നമ്മളെ തിങ്കിങ് കപ്പാസിറ്റി കുറക്കും എന്നാണ് പറയുന്നത്. ഇതിലൂടെ ഈ ഒന്നിലധികം ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും, കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്കോ ഒരു പാറ്റേണിൽ നിന്ന് മറ്റൊരു പാറ്റേണിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്വിച്ച് ചെയ്യാൻ കഴിയും. അതുപോലെ ഇതിലൂടെ അക്കാദമിക് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അത് നമ്മളെ ഷാർപ്പർ പെർസെപ്ഷൻ ആൻഡ് അവയർനെസ്, കാര്യങ്ങൾ പെട്ടെന്ന് അവെയർ ആവാനും മനസ്സിലാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ മെമ്മറി ആൻഡ് ലിസണിങ് ഉണ്ടായിരിക്കും. അതുപോലെ ഡിസ്ട്രാക്ഷൻസ് പെട്ടെന്ന് ഒഴിവാൻ സഹായിക്കുന്നുണ്ട്.
അതുപോലെ ഹൈ ഓർഡർ തിങ്കിങ്ങിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മൾട്ടി ലിംഗ്വലിസം സഹായിക്കുന്നുണ്ട്. അതുപോലെ കൺസെപ്ച്വൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ക്രിയേറ്റിവിറ്റിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാനും ക്രിയേറ്റിവിറ്റിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ സ്പേഷ്യൽ എബിലിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നോട്ട് ഒരു വെർബലായിട്ട് മാത്രമല്ല സ്പേഷ്യലി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എബിലിറ്റീസിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ ലാംഗ്വേജ് മാനിപ്പുലേറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഒരു സമയത്ത് തന്നെ ഒന്നിലധികം ഭാഷയിലൂടെ സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഇത് മൾട്ടി ലിംഗ്വലിസം സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ എക്സാമ്പിളുകളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, വളരെ എളുപ്പമുള്ളതാണ്, അത്ര ബുദ്ധിമുട്ടൊന്നും ഇതിൽ വരുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, 59ാമത്തെ ക്വസ്റ്റ്യനാണ്. ലാംഗ്വേജുമായി ബന്ധപ്പെട്ട പിയാഷെയുടെ ഒരു തിയറി ഉണ്ട്. ജെയിൻ പിയാഷെസ് ഡിസ്കസ് ജെയിൻ പിയാഷെസ് കോഗ്നിറ്റീവ് തിയറി ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ. എന്താണെന്ന് നോക്കാം. ജെയിൻ പിയാഷെസ് തിയറി പ്ലേസ് acquisition of language within a broader context of child's overall intelligence and cognitive development. ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഒരു കുട്ടി എന്ത് ചെയ്യണം, ഭാഷ പഠിക്കുന്ന സമയത്ത് ആദ്യം കൺസെപ്റ്റ് മനസ്സിലാക്കണം എന്നാണ് ജെയിൻ പിയാഷെ പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് സെൻട്രൽ ആർഗ്യുമെന്റ് ദാറ്റ് ദ ചൈൽഡ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്, possess the underlying cognitive structure before they can acquire and use a specific language form. ഒരു ഭാഷ പഠിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സ്ട്രക്ചർ കൺസെപ്റ്റ് മനസ്സിലാക്കണം എന്നാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഈ ഭാഷയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ ഓവറാൾ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിനെ ഭാഷ സഹായിക്കുന്നു എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഇതൊരു തിയറിയാണിത്. നമുക്ക് ഇതിൽ മാത്രമല്ല MPC 003 ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഈ ജെയിൻ പിയാഷെ പറയുന്നത് എന്താ വെച്ചാൽ, ഒരാളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിന് 4 ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റേജസ് ഉണ്ടായിരിക്കും. ഈ ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റേജിലൂടെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുക എന്ന് പറയാം ഇദ്ദേഹം പറയുന്നത്. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. സിമ്പിൾ കൺസെപ്റ്റ് ഫസ്റ്റ്, സിമ്പിൾ ഐഡിയാസും കൺസെപ്റ്റും പെട്ടെന്ന് മനസ്സിലാക്കുകയും പിന്നീട് കോംപ്ലക്സ് ഉള്ള സങ്കീർണമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്ന് ഇദ്ദേഹം പറയുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പിയാഷെയുടെ തിയറി കുറേ ദിവസങ്ങൾ വെച്ചിട്ട് പഠിച്ചതാണ്. അതിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക, നോട്ട്സും ഒന്ന് വായിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ലോജിക്കൽ കോംപ്ലക്സിറ്റി ഡിക്റ്റേറ്റ് ഓർഡേഴ്സ്. ഇപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഓർഡർ ഒരു എന്താണ് ലോജിക്കലായിട്ടുള്ള കോംപ്ലക്സിറ്റി കാരണം എന്ത് ചെയ്യുന്നുണ്ട്, റൂൾസ് ഓർഡേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റൂൾസിനെയും ഓർഡേഴ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ പിയാഷെയുടെ കോഗ്നിറ്റീവ് സ്റ്റേജുകൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോഗ്നിറ്റീവ് സ്റ്റേജുകൾ, ഒന്ന് സൈക്കോമോട്ടർ സ്റ്റേജ്, ബർത്ത് മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ സ്റ്റേജ് ഉള്ളത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പറേഷണൽ സ്റ്റേജാണ്, 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള സ്റ്റേജിലാണ്. സിമ്പിൾസ്, ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷനൊക്കെ ഈ കാലഘട്ടത്തിൽ ആ കുട്ടി അക്വയർ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 വയസ്സ് മുതൽ 12 വയസ്സുള്ള വരെയുള്ള സ്റ്റേജിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് 12 വയസ്സ് മുതൽ അഡൾട്ട്ഹുഡ് വരെയാണ്. ഫോർമൽ, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ലോജിക്കൽ തിങ്കിങ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടം ഈ കാലഘട്ടമാണ്. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ റിയൽ ലൈഫ് എക്സാമ്പിളാണ്. റിയൽ ലൈഫ് എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ച് മനസ്സിലാക്കുക, അത് നിങ്ങൾ വായിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ അഫാസിയ ആസ് എ ലാംഗ്വേജ് ഡിസോർഡർ. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഫാസിയ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഡിസോർഡർ ആണ്. നമ്മുടെ ബ്രെയിനിൽ എന്തെങ്കിലും ഫിസിക്കലി ബ്രെയിനിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു ഡിസോർഡർ ആണ് അഫാസിയ എന്ന് പറഞ്ഞത്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ കാരണങ്ങൾ, ബ്രെയിനിൽ എസ്പെഷ്യലി ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഓഫ് ബ്രെയിനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അഫാസിയ ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് അഫാസിയ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വെർണിക്കേസ് അഫാസിയ, അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക, ബ്രോക്കാസ് അഫാസിയ പറഞ്ഞു, പിന്നെ ഗ്ലോബൽ അഫാസിയ, പിന്നെ അനോമിക് അഫാസിയ, അങ്ങനെ 4 തരത്തിലുള്ള അഫാസിയാസ് നമ്മൾ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ എന്ത് ചെയ്യാം, വായിച്ചു നോക്കുക, റെഫർ ചെയ്യാം. അപ്പോൾ
നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം.